നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം ഉറപ്പാക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന PV അൻവർ. AKG സെന്റർ ഉദ്ഘാടനത്തിൽ പിണറായിയുടേത് കുടുംബാധിപത്യമെന്ന് വിമർശനം. വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പിണറായി വിജയന്റെ ഭരണത്തെ തോൽപ്പിക്കുവാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നും PV അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ പിണറായിസം അവസാനിക്കണം. അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ജനവികാരമായി മാറണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ രാജിവെച്ചത്. എനിക്ക് എന്തിനാ രാജിവെക്കേണ്ട കാര്യം? ഞാൻ എന്റെ എല്ലാ അഭിമാനവും എടുത്തെറിഞ്ഞിട്ടാണ് ഈ പിണറായി സത്തിനെതിരെ MLA സ്ഥാനം രാജിവെച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അഭിമാനമില്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. ആ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, കേരളീയരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ആ സമരത്തിന്റെ മുന്നിൽ, ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഒറ്റക്കെട്ടായി ഞാനും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉണ്ടാകും. ആ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഗോതയിൽ 1ാം നമ്പറായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഉണ്ടാവും. UDFലെ എല്ലാ ഘടകകക്ഷികളെയും സന്ദർശിക്കുന്നത് മര്യാദയാണെന്നും അടുത്ത 2 ദിവസത്തിനകം അവരെ കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം AKG സെന്റർ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ രംഗത്തെത്തി. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ കാഴ്ചക്കാരനാക്കി പിണറായി വിജയൻ സ്വന്തം കുടുംബാധിപത്യമാണ് അവിടെ കാണിച്ചത്. സംസ്ഥാന സെക്രട്ടറിയെ പോലും അകറ്റി നിർത്തിയത് ഇടതുപക്ഷ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന്, അതും തന്നെ കേരളത്തിലെ ഒരു ആസ്ഥാന കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അനുവാദം കൊടുക്കുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ തിരക്കിയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച്. അത് സ്വാഭാവികമായും കോൺഗ്രസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് ഒരു ലൂസിലെ ഷർട്ടാണ്. അതിൽ ഇങ്ങനെ പലതും കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആയ MA ബേബി ആ ആയിരക്കണക്കിന് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി, നിസ്സഹായനായി, സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ഈ കുടുംബാധിപത്യത്തിന്റെ നായകൻ ആ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് എത്ര വേദനയോടുകൂടിയായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടാവുക? അതെന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? അതിന്ന് ചർച്ചയല്ലല്ലോ. അത് ഏറ്റവും വലിയ ചർച്ചയാക്കേണ്ട വിഷയമല്ലേ? SS Gold, Pure Gold. SS Group, Nilambur.